അഞ്ജലി ദേവദാസ് ബയോഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇമ്മ്യൂണോളജി, സെൽ ഇമ്മ്യൂണിറ്റി ആയിരുന്നു. ഇന്ന് നമുക്കതിൻ്റെ ബാക്കി പാർട്സ് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും ഉണ്ട്, അക്യൂട്ട് ഇമ്മ്യൂണിറ്റി ഉണ്ട്, ഇല്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് അക്യൂട്ട് ഇമ്മ്യൂണിറ്റിയുടെ ടൈപ്സാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഈ അക്യൂട്ട് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അപ്പോൾ ഫസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെക്കുക. ആദ്യം തന്നെ ഇമ്മ്യൂണിറ്റി രണ്ട് ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ അക്യൂട്ട് ഇമ്മ്യൂണിറ്റി. ഓക്കെ, ഈ അക്യൂട്ട് ഇമ്മ്യൂണിറ്റി തന്നെ നമ്മൾ വേറൊരു പേര് പറയും അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി, അല്ലേ? അപ്പോൾ ഈ ഒരു ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. അത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്ന ഒരു ഇമ്മ്യൂണിറ്റിയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, അക്യൂട്ട് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളത് അക്യൂർ ചെയ്തെടുക്കുന്ന ഒരു ഇമ്മ്യൂണിറ്റിയാണ് അക്യൂട്ട് ഓർ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഈ അക്യൂട്ട് ഇമ്മ്യൂണിറ്റി തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ആക്റ്റീവ് ആൻഡ് പാസീവ്. ഓക്കെ, ആക്റ്റീവ് ഉണ്ട്, പാസീവ് ഉണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ആക്റ്റീവ് തന്നെ പിന്നെയും രണ്ട് ഡിവിഷൻസുകൾ വരുന്നുണ്ട്, നാച്ചുറലും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ. ഓക്കെ, അതുപോലെ തന്നെ പാസീവും ഇതുപോലെ തന്നെ രണ്ട് ഡിവിഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? നാച്ചുറലും ആർട്ടിഫിഷ്യലും. ഇത്ര ഓക്കെയാണോ? ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇമ്മ്യൂണിറ്റി രണ്ട് ടൈപ്പ് ഉണ്ട്, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആൻഡ് അക്യൂട്ട് ഇമ്മ്യൂണിറ്റി. ഈ അക്യൂട്ട് ഇമ്മ്യൂണിറ്റി, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ വേറെ ഡിവിഷൻസ് പറയുന്നില്ല. അക്യൂട്ട് ഇമ്മ്യൂണിറ്റി രണ്ട് ടൈപ്പ് ഉണ്ട്, ആക്റ്റീവും പാസീവും. അതിൽ ആക്റ്റീവ് തന്നെ നാച്ചുറലും ആർട്ടിഫിഷ്യലും ഉണ്ട്, പാസീവിലും നാച്ചുറൽ ആർട്ടിഫിഷ്യലും ഉണ്ട്. ഇനി ഇതിൻ്റെ ഡിഫറൻസ് ആണ് നമുക്ക് നോക്കേണ്ടത്. ഈ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഷ്ടപ്പെട്ട് പണിയെടുക്കണം. മനസ്സിലായി? ആക്റ്റീവായിട്ട് കഷ്ടപ്പെട്ട് പണിയെടുക്കണം. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പോൾ ആക്റ്റീവ് തന്നെ നാച്ചുറൽ ഇമ്മ്യൂണിറ്റിയും ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഉണ്ട്. ഈ നാച്ചുറൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളുടെ ബോഡിയിലേക്ക് ഒരു പാത്തജൻ വരുമ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ആൻറ്റിബോഡി കഷ്ടപ്പെട്ട് നമ്മുടെ ബോഡി തന്നെ ഉണ്ടാക്കണം. ഓക്കെ, അതാണ് എന്ത് എന്ന് പറയുന്നത്? നാച്ചുറൽ ആക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ വാക്സിൻസുകളൊക്കെ ഉപയോഗിക്കുന്നത്. കണ്ടോ, ഈ വാക്സിൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ വാക്സിൻസ് നമ്മളുടെ ബോഡിക്ക് കയറ്റുമ്പോഴും നമ്മളുടെ ബോഡി കഷ്ടപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ആൻറ്റിബോഡീസ് ഉണ്ടാക്കുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ബോഡി കഷ്ടപ്പെടുന്നതാണ് ആക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് അത് നമ്മുടെ ബോഡി തന്നെ ഉണ്ടാക്കണം. പക്ഷെ പാസീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് റെഡിമെയ്ഡ് ഫോമിൽ ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഓക്കെ, പാസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഉണ്ടാക്കണ്ട, വല്ലവരും ഉണ്ടാക്കുന്നത് നമുക്ക് കിട്ടും. അപ്പം അതിൽ നാച്ചുറൽ പറയുമ്പോൾ എന്താണ്? ഇപ്പം അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് കിട്ടുന്നത്, നമ്മുടെ അമ്മയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി, ഇത് നമ്മുടെ അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആൻറ്റിബോഡി, അത് നമ്മൾ ഈസി ആയിട്ട് നമുക്ക് കിട്ടി. അതാണ് പാസീവിലുള്ള നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്നത് ഇപ്പോൾ നല്ല രീതിയിലുള്ള ആൻറ്റിബോഡീസ് അടങ്ങുന്ന ഒരു സെറം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതൊക്കെ എന്താണ്? ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പാസീവ് ഇമ്മ്യൂണിറ്റി ആണ്. അതായത് വല്ലവരുടെ നിന്നും ഉണ്ടായിട്ടുള്ള ആൻറ്റിബോഡിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മറ്റുള്ളവരുടെ ഒരു നന്നായിട്ട് ഉള്ള ആൻറ്റിബോഡി അടങ്ങുന്ന സെറം നമുക്ക് കിട്ടി. ഓക്കെ, സോ അതൊക്കെ എന്താണ്? ആർട്ടിഫിഷ്യൽ ആണ്. ഓക്കെ, അപ്പോൾ അത് മാറിപ്പോവരുത്. അപ്പോൾ ഇമ്മ്യൂണിറ്റി രണ്ട് ടൈപ്പ് ഉണ്ട്, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും ഉണ്ട്, അക്യൂട്ട് ഇമ്മ്യൂണിറ്റിയും ഉണ്ട്. ഇന്നേറ്റിൽ വേറെ ഡിവിഷൻസ് നമ്മൾ പറയുന്നില്ല. അക്യൂട്ടിൽ രണ്ട് ഡിവിഷൻസ് വരുന്നുണ്ട്, ആക്റ്റീവും അതുപോലെ തന്നെ പാസീവും. ആക്റ്റീവ് എന്ന് പറയുമ്പോൾ അതിൽ നാച്ചുറലും വരുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ. അപ്പോൾ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കണം, ആക്റ്റീവായിട്ട് കഷ്ടപ്പെടണം. അതായത് ആക്റ്റീവായിട്ട് ആൻറ്റിബോഡീസ് ഉണ്ടാക്കണം, നമ്മൾ തന്നെ ഉണ്ടാക്കണം, നമ്മുടെ ബോഡി തന്നെ ഉണ്ടാക്കണം. നാച്ചുറൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഒരു പാത്തജൻ വരുമ്പോൾ നമ്മുടെ ബോഡി അതിനനുസരിച്ച് ആൻറ്റിബോഡി ഉണ്ടാക്കുന്നത്. ആർട്ടിഫിഷ്യൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ വാക്സിൻസ് ഇൻജെക്ട് ചെയ്യുമ്പോഴും നമ്മുടെ ബോഡി അതിനനുസരിച്ച് ആൻറ്റിബോഡി ഉണ്ടാക്കുന്നുണ്ട്, അത് ആർട്ടിഫിഷ്യൽ ആണ്. ഓക്കെ, ഇനി പാസീവ് എന്ന് പറയുമ്പോൾ റെഡിമെയ്ഡ് ഫോമിൽ നമുക്ക് എവിടെ നിന്നെങ്കിലും കിട്ടുന്നുണ്ട്. നാച്ചുറലി കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് കിട്ടുന്നതും, ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്നത് ഇപ്പോൾ ആൻറ്റിബോഡി അടങ്ങുന്ന സെറം ഇൻജെക്ട് ചെയ്യുന്നതൊക്കെ. ഓക്കെ, അതാണ് അത് തമ്മിലുള്ള ഡിഫറൻസ്. ഇത് ആദ്യം ഓർത്ത് വെച്ചിട്ട് നമുക്ക് ബാക്കി നോട്ട്സ് വായിക്കാം. ഓക്കെ, ഇത്ര ഓക്കെയാണോ? ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ടൈപ്സ് ഓഫ് അക്യൂട്ട് ഇമ്മ്യൂണിറ്റി രണ്ട് ടൈപ്പ് ഉണ്ട്, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയും ഉണ്ട്,
പാസീവ് ഇമ്മ്യൂണിറ്റിയും ഉണ്ട്. അതിൽ അക്യൂർഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആദ്യം പറയുന്നത്. അക്യൂർഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഇറ്റ് ഡെവലപ്പ് പോസ്റ്റ് നാച്ചുറൽ ഇൻഫെക്ഷൻ ഓർ വാക്സിനേഷൻ. എന്തെങ്കിലും ഒരു നാച്ചുറൽ ഇൻഫെക്ഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ വാക്സിനേഷൻ കഴിയുമ്പോഴോ ഉണ്ടാവുന്നതാണ് അക്യൂർഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഒക്കേഴ്സ് വെൻ ദ ബോഡി എൻകൗണ്ടർ ആൻ ആന്റിജൻ. ഒരു ആന്റിജൻ നമ്മുടെ ബോഡിയിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്നതാണ് അക്യൂർഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ദ ബോഡി ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ആന്റിബോഡി. ഇതാണ് ആ പോയിന്റ്. കണ്ടോ, നമ്മുടെ ബോഡി സ്വന്തമായിട്ട് ആന്റിബോഡി ഉണ്ടാക്കുന്നു ആൻഡ് റിട്ടെയിൻസ് ഇമ്മ്യൂണോളജിക്കൽ മെമ്മറി. അവരത് ഓർത്ത് വെക്കും. ഇനി ഈ ഒരു ആന്റിജൻ ഒന്നും കൂടി വന്നാൽ ഇവനെ നല്ല രീതിയിൽ ശരിയാക്കി വിടാൻ വേണ്ടി ആ ഒരു ഇമ്മ്യൂണോളജിക്കൽ മെമ്മറി അവർ കീപ്പ് ചെയ്യും. ഓക്കെ, ഇനി ഈ ഒരു അക്യൂർഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി അതിൽ ടൈപ്സ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ സെൽ മീഡിയേറ്റഡും. ഓക്കെ, അപ്പോൾ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചിരിക്കാം. ഹ്യൂമറൽ ഓർ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഓർത്ത് വെക്കേണ്ട ഒരാളാണ് ബി ലിംഫോസൈറ്റ്. അത് ബി ലിംഫോസൈറ്റ് മീഡിയേറ്റഡ് ആണ്. ഓക്കെ, ഇറ്റ് ഇൻവോൾവ് ബി ലിംഫോസൈറ്റ്. അതിൽ ബി ലിംഫോസൈറ്റിൻ്റെ പ്രത്യേകത നമുക്കറിയാലോ, ദേ പ്രൊഡ്യൂസ് ആൻറ്റിബോഡീസ്. അപ്പോൾ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ബി സെൽ മീഡിയേറ്റഡ് ആണ്. അതുപോലെ തന്നെ ആൻറ്റിബോഡീസിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സെൽ മീഡിയേറ്റഡ് ആണെങ്കിലോ? സെൽ മീഡിയേറ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്? സെൽ മീഡിയേറ്റഡ് അവിടെ ടി സെൽസുകളാണ് ഉള്ളത്, ടി ലിംഫോസൈറ്റ്സുകളാണ് ഉള്ളത്. അവർ നേരിട്ട് എന്താ ചെയ്യുന്നത്? ഇൻഫെക്റ്റഡ് സെൽസിനെ കില്ല് ചെയ്യും. They directly kill infected cells. ഇത്ര ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? അക്യൂർഡ് ഇമ്മ്യൂണിറ്റിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. അക്യൂർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ട് ടൈപ്പ് ഉണ്ട്, ആക്റ്റീവ് ഉണ്ട്, പാസീവ് ഉണ്ട്. അതിൽ ഈ പറയുന്ന ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയുടെ രണ്ട് ടൈപ്സുകളാണ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയും സെൽ മീഡിയേറ്റഡും. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ബി ലിംഫോസൈറ്റ്സ് മീഡിയേറ്റഡ് ആണ്, ആൻറ്റിബോഡി പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. സെൽ മീഡിയേറ്റഡ് എന്ന് പറയുമ്പോൾ ടി സെൽസ് ഇൻവോൾവ് ആണ്. അവർ നേരിട്ട് ഇൻഫെക്റ്റഡ് സെൽസിനെ പോയി കൊന്നുകളയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി രണ്ട് ടൈപ്പ് ഉണ്ട്, നാച്ചുറൽ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഉണ്ട്. ഇത്ര ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നാച്ചുറൽ പറയാം. നാച്ചുറൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഓക്കെ, അക്യൂർഡ് ഇമ്മ്യൂണിറ്റിയുടെ കേസ് ഉണ്ട് ഞാൻ ഈ പറയുന്നത്. അക്യൂർഡ് ഇമ്മ്യൂണിറ്റി ആക്റ്റീവ് ഉണ്ട്, പാസീവ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ആക്റ്റീവ് ഉണ്ട്, പാസീവ് ഉണ്ട്. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആക്റ്റീവിനെ കുറിച്ച് മാത്രമാണ്. അതിൽ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? നാച്ചുറലും വരുന്നുണ്ട്, ആർട്ടിഫിഷ്യലും വരുന്നുണ്ട്. ഓക്കെ, അതിൽ ഈ നാച്ചുറൽ അക്യൂർഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ പറയുന്നത്. ഈ നാച്ചുറലിൽ വരുന്നത് ഏതാണ്? ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ. ഓക്കെ, ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മുടെ ബോഡി കഷ്ടപ്പെട്ട് ആൻറ്റിബോഡി ഉണ്ടാക്കുന്ന കഥയാണ് ഏത്? ഈ നാച്ചുറൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ചിരിക്കാം. നാച്ചുറൽ അക്യൂർഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഇറ്റ് അറൈസസ് പോസ്റ്റ് നാച്ചുറൽ ഇൻഫെക്ഷൻ ബൈ ബാക്ടീരിയ ഓർ വൈറസ്. ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് വന്ന് അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു നാച്ചുറൽ ഇൻഫെക്ഷൻ ഉണ്ടല്ലോ. ഓക്കെ, ഇറ്റ് അറൈസ് പോസ്റ്റ് നാച്ചുറൽ ഇൻഫെക്ഷൻ ബൈ ബാക്ടീരിയ ഓർ വൈറസസ്. അപ്പോൾ എന്തെങ്കിലും ഒരു ബാക്ടീരിയ വൈറസ് ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ് നാച്ചുറൽ അക്യൂർഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. അതിൽ തന്നെ രണ്ട് ടൈപ്പ് പറയുന്നുണ്ട്, ലോങ് ലാസ്റ്റിംഗ് ഇമ്മ്യൂണിറ്റിയും ഷോർട്ട് ടേം ഇമ്മ്യൂണിറ്റി. ഇപ്പോൾ ലോങ് ലാസ്റ്റിംഗ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ കുറേ നാളത്തേക്ക്, കുറേ വർഷങ്ങളോളം ആ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടാകും. ഇപ്പോൾ സ്മോൾ ബോക്സ്, മിസൽസ്, മംസ്, ഇതൊക്കെ ലോങ് ലാസ്റ്റിംഗ് ഇമ്മ്യൂണിറ്റിയാണ്. ഷോർട്ട് ടേം ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ബാക്ടീരിയൽ ഡൈസെൻട്രി ഒക്കെ ഷോർട്ട് ടേം ഇമ്മ്യൂണിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആ സമയത്ത് ഇതൊക്കെയാണോ? ഇതാണ് നാച്ചുറൽ അക്യൂർഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഇനി നമ്മൾ അടുത്ത കഥ പറയുന്നത് ആർട്ടിഫിഷ്യലിൻ്റെ. ആർട്ടിഫിഷ്യലിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞായിരുന്നു. ഏതായിരുന്നു? വാക്സിൻസ്. ഓക്കെ, അപ്പോൾ നോക്കാം. ആർട്ടിഫിഷ്യലി അക്യൂർഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അത് ഡെവലപ്പ് ചെയ്യുന്നത് എപ്പോഴാണ്? വാക്സിനേഷൻ കഴിയുമ്പോഴാണ്. വാക്സിൻസ് മേ ഇൻക്ലൂഡ് ലൈവ് ആക്ടിവേറ്റഡ് ഓർ വീക്കൻഡ് ഓർഗാനിസം, കിൽഡ് ഓർഗാനിസം ഓർ ടോക്സോയിഡ്, ദാറ്റ് ഈസ് ഇൻആക്ടിവേറ്റഡ് ടോക്സിൻസ്. അപ്പോൾ ഈ വാക്സിൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഒന്നില്ലെങ്കിൽ ജീവനോടെ അവരെ ഒന്ന് വീക്കൺ ചെയ്തിട്ട് അവരുടെ ആ ഒരു ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് കുറച്ച് അവരെ ഒന്ന് വീക്കൺ ചെയ്തിട്ട് ഉപയോഗിക്കും. അല്ലെങ്കിൽ അവരെ കൊന്നിട്ട് ആ ഒരു മൈക്രോ ഓർഗാൻസിനെ കൊന്നിട്ട് ഉപയോഗിക്കും വാക്സിൻസ് ആയിട്ട്. അല്ലെങ്കിൽ അവരുടെ ടോക്സിൻസ് ഇൻആക്ടിവേറ്റ് ചെയ്തിട്ട് ഒരു ടോക്സോയിഡ് രൂപത്തിൽ ഉപയോഗിക്കാറുണ്ട്. ദ ബോഡി പ്രൊഡ്യൂസ് ആൻറ്റിബോഡി ആൻഡ് മെമ്മറി സെൽസ്. അപ്പോൾ വാക്സിൻസ് ഇൻജെക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി അതിനെ അഗൻസ്റ്റ് ആൻറ്റിബോഡീസും മെമ്മറി സെൽസും പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇത്രയൊക്കെ അല്ലേ? ഇത്രയാണ് നമ്മൾ എന്തിനെക്കുറിച്ച് പറഞ്ഞത്? അക്യൂർഡ് ഇമ്മ്യൂണിറ്റിയുടെ ആക്റ്റീവിൻ്റെ സെക്ഷൻസ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അത് വേറെ കൺഫ്യൂഷൻസിലല്ലോ. നമ്മൾ രണ്ട് ടൈപ്പ് ഇമ്മ്യൂണിറ്റി പറഞ്ഞു. എന്തൊക്കെയാണ്?
ഇതോ ഈ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചാൽ മതി. ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ കണ്ടോ, ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും ഉണ്ട്, അതുപോലെ തന്നെ അക്യൂർഡ് ഓർ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയും ഉണ്ട്. അതിൽ അക്യൂർഡ് ഇമ്മ്യൂണിറ്റിയിൽ 2 വിഭാഗങ്ങൾ വരുന്നുണ്ട്, ആക്റ്റീവും പാസീവും. അതിൽ ആക്റ്റീവ് തന്നെ നാച്ചുറലും വരുന്നുണ്ട്, ആർട്ടിഫിഷ്യലും വരുന്നുണ്ട്. നാച്ചുറൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു നാച്ചുറൽ ഇൻഫെക്ഷൻ വിത്ത് ബാക്ടീരിയ ഓർ വൈറസ്. ആർട്ടിഫിഷ്യൽ എന്ന് പറയുമ്പോൾ വാക്സിൻസുകൾ. ഇത്രയൊക്കെ അല്ലേ. പിന്നെ അതുപോലെ തന്നെ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയിൽ 2 ടൈപ്സ് വേറെ എക്സ്ട്രാ നമ്മൾ പഠിച്ചത് ഏതൊക്കെയായിരുന്നു? ഹ്യൂമറലും സെൽ മീഡിയേറ്റഡും. അതിൽ ഹ്യൂമറൽ എന്ന് പറയുമ്പോൾ ഏതായിരുന്നു? ബി സെൽസ് മീഡിയേറ്റഡും ആന്റിബോഡിയുടെ പ്രൊഡക്ഷനും. സെൽ മീഡിയേറ്റഡ് എന്ന് പറയുമ്പോൾ ആരായിരുന്നു അവിടെ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്? ടി സെൽസ്. അവർ നേരിട്ട് പോയി ഇൻഫെക്റ്റഡ് സെൽസിനെ നശിപ്പിച്ച് കളയും. ഓക്കെ, അത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ അടുത്ത സെക്ഷൻ പഠിക്കുന്നത് ആരെക്കുറിച്ചാണ്? നമ്മളുടെ പാസീവ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, അത്രയും ഓർത്ത് വെക്കാം. പാസീവ്. ഓക്കെ, അപ്പോൾ പാസീവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു എങ്ങനെയായിരുന്നു? കഷ്ടപ്പെടാതെ നമുക്ക് റെഡിമെയ്ഡ് ഫോമിൽ കിട്ടുന്നതായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അക്യൂർഡ് ഇമ്മ്യൂണിറ്റിനെ കുറിച്ച് ഒന്നും കൂടി ഫ്ലോ ചാർട്ട് വരയ്ക്കുകയാണ്. അക്യൂർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്, ആക്റ്റീവും പാസീവും. ഓക്കെ, അതിൽ പാസീവും 2 ടൈപ്പ് ഉണ്ട്, നാച്ചുറലും ആർട്ടിഫിഷ്യലും. ഓക്കെ, ഇവരെ പറ്റി ഇനി ഞാനിപ്പോൾ പറയണില്ല, ഞാൻ നേരത്തെ പറഞ്ഞാണ്. ഞാനിപ്പോൾ ഇവരെ പറ്റിയാണ് പറയുന്നത്, പാസീവിനെ കുറിച്ച് മാത്രം പറയുന്നുള്ളൂ. പാസീവ് അക്യൂർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ, നാച്ചുറൽ എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞത്? അമ്മയിൽ നിന്ന്, മദറിൽ നിന്ന് ബേബിയിലേക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി. ഓക്കെ, ആർട്ടിഫിഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റേ സെറം വഴിയൊക്കെ. ഓക്കെ, അതാണ് ആർട്ടിഫിഷ്യലിൽ വരുന്നത്. അപ്പോൾ നോക്കാം. അപ്പോൾ അതേ അക്യൂർഡ് പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റെഡിമെയ്ഡ് ആന്റിബോഡീസ്. റെഡിമെയ്ഡ് രൂപത്തിൽ ആന്റിബോഡീസ് നമുക്ക് കിട്ടുന്നതാണ്. ഇറ്റ് ട്രാൻസ്ഫർ ഫ്രം ആൻ ഇമ്മ്യൂൺ ഇൻഡിവിജ്വൽ ടു എ നോൺ ഇമ്മ്യൂൺ ഇൻഡിവിജ്വൽ. അതായത് ഓൾറെഡി ഇമ്മ്യൂണിറ്റി ഉള്ള ഒരു ഇമ്മ്യൂൺ ഇൻഡിവിജ്വലിൽ നിന്നാണ് നോൺ ഇമ്മ്യൂൺ ഇൻഡിവിജ്വലിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിന് 2 ടൈപ്പ് ഉണ്ട്, നാച്ചുറൽ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഉണ്ട്. നാച്ചുറൽ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്? പാസീവ് ഇമ്മ്യൂണിറ്റിയുടെ നോ റിക്വയർമെന്റ് ഓഫ് ആന്റിജൻ സ്റ്റിമുലേഷൻ. അതായത് ഇപ്പം എൻ്റെ ബോഡിയിലേക്ക് ഒരു ആന്റിജൻ വരണം എന്നില്ല, കാരണം ഇത് റെഡിമെയ്ഡ് രൂപത്തിൽ ആന്റിബോഡി എൻ്റെ ബോഡിയിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് വേറെ ഒരു ആന്റിജൻ വന്ന് എന്നെ സ്റ്റിമുലേറ്റ് ചെയ്ത് എൻ്റെ ബോഡീനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നില്ല. ഓക്കെ, സോ ദർ ഈസ് നോ റിക്വയർമെന്റ് ഫോർ ആന്റിജൻ സ്റ്റിമുലേഷൻ, നോ ആന്റിബോഡി പ്രൊഡക്ഷൻ ബൈ ദ ബോഡി. എൻ്റെ ബോഡി ഒന്നും ചെയ്യണില്ല, എൻ്റെ ബോഡിയിലേക്ക് ആന്റിജൻ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടില്ല, എൻ്റെ ബോഡിയിലേക്ക് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്തിട്ട് പോലും ഇല്ല. ഇമ്മീഡിയറ്റ് ആക്ഷൻ വിത്ത് നോ ലേറ്റന്റ് പീരീഡ്. അത് പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ ആണ് വിത്ത് നോ ലാറ്റന്റ് പീരീഡ്. ഇതാണ് പാസീവ് ഇമ്മ്യൂണിറ്റിയുടെ അഡ്വാൻറ്റേജസ്. അതായത് വേറൊരാൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ആന്റിബോഡീസ് എൻ്റെ ബോഡിയിലേക്ക് കയറ്റിയിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പം അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലി സെറം, ഏതെങ്കിലും ഒരു ആന്റിബോഡി അടങ്ങുന്ന ഒരാളുടെ സെറം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതൊക്കെയാണ് പാസീവ് ഇമ്മ്യൂണിറ്റിയുടെ അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ കിട്ടുന്നത് നമ്മുടെ ബോഡി സ്വന്തമായിട്ട് ഉണ്ടാക്കാതെ വെറുതെ റെഡിമെയ്ഡ് കിട്ടുന്ന സാധനങ്ങളൊക്കെ ടെമ്പററി പ്രൊട്ടക്ഷനെ പറ്റുള്ളൂ. ആൻഡ് നോ ഫോർമേഷൻ ഓഫ് മെമ്മറി സെൽസ്. ഓർത്തിരിക്കില്ല, കാരണം ഒരു ആന്റിജൻ വന്ന് അത് അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിലാണ് അവരത് ഓർത്തിരിക്കണത്, അല്ലേ? ഇത് ഒന്നുമില്ലാതെ നമുക്ക് വെറുതെ കിട്ടിയൊരു സാധനമാണ്. അതുകൊണ്ട് അവിടെ മെമ്മറി സെൽസ് ഫോർമേഷൻ ഒന്നും അവിടെ നടക്കുന്നില്ല. എഫക്റ്റീവ്നെസ് ഡിമിനിഷസ് വിത്ത് റിപ്പീറ്റഡ് യൂസ്. എപ്പോഴും ഇങ്ങനെ റിപ്പീറ്റഡ് ഇത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റീവ്നെസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടൈപ്സ് നമ്മൾ പറഞ്ഞായിരുന്നു. നാച്ചുറൽ അക്യൂർഡ് പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നാച്ചുറൽ ഒക്കർ നാച്ചുറലി ഫ്രം മദർ ടു ഇൻഫന്റ്, അമ്മയിൽ നിന്ന് കുട്ടിയിലേക്കുള്ളതാണ് എന്തെന്ന് പറയുന്നത് അക്യൂർഡ് ഇമ്മ്യൂണിറ്റിയുടെ നാച്ചുറൽ എന്ന് പറയുന്നത്. അതെങ്ങനെയൊക്കെയാണ് അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് കിട്ടുന്നത്? ഓക്കെ, എങ്ങനെയാണ് അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് കിട്ടുന്നത്? പ്ലാസന്റ വഴി. നമുക്കറിയാം IgG ഇമ്മ്യൂണോഗ്ലോബിൻ ഗാമ, IgG എന്ന് പറയുന്നതാണ് പ്ലാസന്റ വഴി ക്രോസ് ചെയ്ത് നമുക്ക് കുട്ടിയിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ അമ്മയുടെ ഒരു മിൽക്ക് ഉണ്ട് കൊളോസ്ട്രം, അതിൽ ഉള്ള ഒരു ആന്റിബോഡിയാണ് IgA. ഈ IgA വഴിയും അമ്മയുടെ പാല് കുട്ടി കുടിക്കുമ്പോൾ അങ്ങനെയും കിട്ടും. അങ്ങനെ 2 ആന്റിബോഡീസ് അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഉദ്ദേശം എന്താണ്? പ്രൊട്ടക്ട് ദ ഇൻഫന്റ് അണ്ടിൽ ദെയർ ഇമ്മ്യൂൺ സിസ്റ്റം മെച്ചർ. അതായത് അവർക്ക് കുട്ടിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒന്ന് മെച്ചർ ആവണ വരെ കുട്ടിക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആർട്ടിഫിഷ്യലി അക്യൂർഡ് പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അത് ആർട്ടിഫിഷ്യലി മീൻസ് വഴി കിട്ടുന്നതാണ്. ഒരു ഇമ്മ്യൂണൈസ്ഡ് ഡോണറിൽ നിന്ന് നോൺ ഇമ്മ്യൂൺ റെസിപ്പിയന്റിലേക്ക് കൊണ്ടുവരികയാണ്. അതെങ്ങനെയാണ്? ഒരു സ്പെസിഫിക് ആന്റിബോഡി നമ്മൾ കുത്തിവെക്കുന്നു, അല്ലെങ്കിൽ ആന്റിബോഡി അടങ്ങുന്ന സെറം കുത്തിവെക്കുന്നു, ഒക്കേഷണലി ഇമ്മ്യൂൺ ലിംഫോസൈറ്റ്സ്.
അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നത് എന്തിനാണ്? നമുക്ക് ചില രോഗങ്ങൾ ട്രീറ്റ് ചെയ്യാനായിട്ടാണ്. ഏതൊക്കെയാണ് ആ രോഗങ്ങൾ? ടെറ്റനസ്, ഡിപ്തീരിയ, സ്നേക്ക് ബൈറ്റ്സ്, അതർ സീരിയസ് ഇൻഫെക്ഷൻസ്. ഓക്കെ. ഇനി കൺവാലസെന്റ് സെറം എന്ന് പറഞ്ഞാൽ ദ സെറം കളക്റ്റഡ് ഫ്രം എ റിക്കവറിങ് ഇൻഡിവിജ്വൽ. അതായത് ഇപ്പോൾ ഓൾറെഡി ഒരു രോഗം വന്ന് അവർക്ക് ആ രോഗത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ആന്റിബോഡി അവരുടെ ബോഡിയിലുണ്ട്. ആ ആന്റിബോഡി അടങ്ങുന്ന സെറമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെ എടുക്കുന്ന ഒരു ഇതാണ് സെറം കളക്റ്റഡ് ഫ്രം എ റിക്കവറിങ് ഇൻഡിവിജ്വൽ. അതിനാണ് കൺവാലസെന്റ് സെറം എന്ന് പറയുന്നത്. അതിൽ അവരുടെ സെറത്തിൽ ധാരാളം ആ ഒരു സ്പെസിഫിക് ഡിസീസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീസ് ഉണ്ട്. ഓക്കെ. പിന്നെ കമ്പൈൻഡ് ഇമ്മ്യൂണൈസേഷൻ, എ ബ്ലെൻഡ് ഓഫ് ആക്റ്റീവ് ആൻഡ് പാസീവ് ഇമ്മ്യൂണൈസേഷൻ പ്രൊവൈഡ് ഇമ്മ്യൂണിറ്റ് പ്രൊട്ടക്ഷൻ അലോങ് വിത്ത് ലോങ് ടേം പ്രൊട്ടക്ഷൻ. ഓക്കെ. അപ്പോൾ ഇത്ര ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു എന്ന് ഈ ഒരു ഫ്ലോ ചാർട്ടിലെല്ലാം ഉണ്ട്. ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്. ഇന്നേറ്റും ഉണ്ട്, അക്യൂർഡ് ഉണ്ട്. ഇന്നേറ്റ് എന്ന് പറയുമ്പോൾ ജന്മന നമുക്ക് കിട്ടുന്നത്. അക്യൂർഡ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അക്യൂർ ചെയ്തെടുക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ്. അക്യൂർഡ് ഇമ്മ്യൂണിറ്റി 2 ടൈപ്പ് ഉണ്ട്, ആക്റ്റീവ് ഉണ്ട്, പാസീവ് ഉണ്ട്. അതിൽ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഉണ്ട്. നാച്ചുറൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു വൈറസ്, ബാക്ടീരിയ വരുമ്പോൾ നമ്മുടെ ബോഡി സ്വന്തമായിട്ട് ആന്റിബോഡി ഉണ്ടാക്കുന്നു. ആർട്ടിഫിഷ്യൽ എന്ന് പറയുമ്പോൾ വാക്സിൻസ് കുത്തിവെക്കുമ്പോൾ അപ്പോഴും നമ്മുടെ ബോഡി സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ. അതിൽ ആക്റ്റീവ് തന്നെ 2 വിഭാഗങ്ങൾ വേറെ വരുന്നുണ്ട്. ഹ്യൂമറൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയും സെൽ മീഡിയേറ്റഡും. ഹ്യൂമറൽ മീഡിയേറ്റഡ് എന്ന് പറയുമ്പോൾ ബി സെൽ മീഡിയേറ്റഡ് ആണ്, ആന്റിബോഡിയുടെ പ്രൊഡക്ഷൻ കാണിക്കുന്നുണ്ട്. ടി സെൽ മീഡിയേറ്റഡ് എന്ന് പറയുമ്പോൾ അവർ നേരിട്ട് ഇൻഫെക്റ്റഡ് സെൽസിനെ നശിപ്പിച്ച് കളയുന്നു. ഇനി പാസീവ് അക്യൂർഡ് ഇമ്മ്യൂണിറ്റി 2 ടൈപ്പ് ഉണ്ട്, നാച്ചുറലും ഉണ്ട്, ആർട്ടിഫിഷ്യലും ഉണ്ട്. അതിൽ നാച്ചുറൽ എന്ന് പറയുമ്പോൾ അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക്. അത് ഏതൊക്കെ ഇമ്മ്യൂണോഗ്ലോബിൻ വഴിയാണ്? IgGയും IgAയും. ഓക്കെ. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ എന്ന് പറയുമ്പോൾ സെറം. ഓക്കെ. ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്ലാസ്സിൽ. താങ്ക് യു.